ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഓഡിയോ ലാബ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പിനകത്താണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇന്റർഫേസ്. താഴെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും ഇന്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് വോയിസ് ചേഞ്ച് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് വേണ്ട ഓഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് അത് കഴിഞ്ഞാൽ താഴെ ടൂൾ ബോക്സിൽ ഒരുപാട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഓഡിയോസിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഫാന് അതേപോലെ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി നമുക്ക് ഓഡിയോ വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈന് പോലത്തെ സംഭവം കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പ്ലേ ഹെഡ് നിങ്ങൾ വേണ്ട പോർഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വേണ്ട എഫക്റ്റും കൂടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു എഫക്റ്റ് പ്ലേ ആയി പോയിക്കൊണ്ടിരിക്കും. ഇനി എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റിന്റെ ടോപ്പിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് പോസ് ആവുകയും ചെയ്യും. എന്നിട്ട് നോർമൽ വേർഷൻ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടിന് എന്ത് പേരിടണോ അല്ലെങ്കിൽ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ജസ്റ്റ് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങളെ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഫയൽ മാനേജറിനകത്ത് ഓഡിയോ ലാബ് പറഞ്ഞിട്ടൊരു ഫോൾഡറിനകത്തായിരിക്കും ഈ ഒരു ഓഡിയോ എക്സ്പോർട്ടായി കിടപ്പുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഓഡിയോ ലാബ് എന്ന ഫോൾഡർ എവിടെയാണെന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.